എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷന്റെ ഡെബിറ്റ് ക്രെഡിറ്റ്, അതായത് 3 റൂള് പ്രകാരം നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, ഇത് പ്രകാരം എങ്ങനെയാണ് ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ട്രയൽ ബാലൻസ് എന്താണ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, ഇത് ഓരോന്നും പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ആവശ്യകതയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമുക്കറിയാം, ആദ്യം നമ്മുടെ ഒരു അക്കൗണ്ടിങ്ങിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആദ്യം നമ്മൾ ജേർണലൈസ്, ഓരോ ട്രാൻസാക്ഷനെയും നമ്മൾ ജേർണലൈസ് ചെയ്യാണ് ഒരു അക്കൗണ്ട്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. അതായത് ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, അതായത് ജേർണലിൽ നമ്മൾ എന്തും കൂടി വിളിക്കാറുണ്ട്, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്നും കൂടി നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അത് കഴിഞ്ഞ് ജേർണൽ കഴിഞ്ഞ് ഒരേ കാറ്റഗറിയിലുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോമൺ ആയിട്ടുള്ള, ഇപ്പൊ ട്രാവലിംഗ് എക്സ്പെൻസ് ആണെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ കൂടി ഒന്നിലേക്ക് കൊണ്ടുവരും, അതിനെ നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കും. അടുത്ത സ്റ്റെപ്പാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ട്രയൽ ബാലൻസിനെ നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഏക്യുറസി ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മൾ ജേർണൽ ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഏക്യുറസി ഓഫ് അക്കൗണ്ട്സ്, ഇന്റർവ്യൂവിനൊക്കെ ചിലപ്പോൾ ഇത് ചോദിക്കാറുണ്ട്, എന്തിനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ആക്യുറസി, നമ്മൾ പോസ്റ്റിംഗ്, നമ്മൾ കറക്റ്റ് ഓരോ എക്സ്പെൻസും നമ്മൾ കറക്റ്റ് ലെഡ്ജറിൽ തന്നെയാണോ പോസ്റ്റ് ചെയ്തത്, ആ ലെഡ്ജറിന്റെ ഡെബിറ്റ് തന്നെയാണോ പോസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് തന്നെയാണോ പോസ്റ്റ് ചെയ്തത്, ആക്യുറസി ഓഫ് അക്കൗണ്ട്സ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, എന്തിനാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ചോദിച്ചാൽ, എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ഗ്രോസ് പ്രോഫിറ്റ്, അതായത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്, ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ഉണ്ടാകും, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാകും. സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാകും. ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാകും, പിന്നെ അതേപോലെ തന്നെ പർച്ചേസ് ഉണ്ടാകും, അതേപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാകും. ഇത്രയാണ് പ്രധാനമായിട്ടും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ഐറ്റംസ്. ട്രയൽ ബാലൻസ് എന്ന് നമ്മൾ ഓരോ ഐറ്റംസും നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലുള്ളത്, ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ ഉള്ളത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലോ, അല്ല എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലോ, അല്ല എങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലോ, ഈ 3 സ്ഥലങ്ങളിലാണ് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലുള്ളത്. അപ്പൊ നമുക്കറിയാം, അസറ്റിന്റെ ബാലൻസ് ഒക്കെ ഡെബിറ്റ് ആണ്, എക്സ്പെൻസിന്റെ ബാലൻസ് ഒക്കെ ഡെബിറ്റ് ആണ്. അപ്പോൾ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിലുള്ളത് എവിടേക്ക് വരിക, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ, ഇനി അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, അല്ല എങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ. ഇനി ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് ഉള്ളത് എവിടേക്ക് വരും, ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് ഉള്ളത് ഒന്നിക്കൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, അതേപോലെ തന്നെ ഒന്നിക്കൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, അല്ല എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, അല്ല എങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ. ഇങ്ങനെയാണ് ട്രയൽ ബാലൻസിന്റെ വരിക. ഇനി ഒരു ക്വസ്റ്റ്യൻ, ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാകും, ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാകുമോ? ട്രയൽ ബാലൻസിൽ ഒരു സ്റ്റോക്ക് കാണിക്കും, അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം, എപ്പോഴും നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ളതിലാണ് നമ്മളോട് പലപ്പോഴും ക്ലോസിംഗ് സ്റ്റോക്ക് ചോദിക്കാറ്. ഈ അഡീഷണൽ ഇൻഫർമേഷനിൽ നമ്മൾ കാണിക്കുന്നത്, ട്രയൽ ബാലൻസിന് പുറത്തുള്ള അഡീഷണൽ ഇൻഫർമേഷനിൽ വരികയാണെങ്കിൽ അത് 2 സ്ഥലത്ത് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിലാണ് വരുന്നത്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എവിടേക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റും,
ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റും, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലൂടെ കാണാൻ പറ്റും. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ പിന്നെ അസറ്റ് സൈഡിൽ അണ്ടർ കറണ്ട് അസറ്റ്സിന്റെ അണ്ടറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റ്സിന്റെ അണ്ടറിൽ നമുക്ക് സ്റ്റോക്ക് കാണാൻ പറ്റും. ഇനി ചിലപ്പോഴൊക്കെ ബാഡ് ഡെബ്റ്റ്സ്, അതായത് പിന്നെ അതർ ഇൻഫോർമേഷനിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടായിരുന്നില്ല, അത് ട്രയൽ ബാലൻസിന് ശേഷം അഡീഷണൽ ബാഡ് ഡെബ്റ്റ്സ് അല്ലെ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് പ്രൊവൈഡഡ് എന്നൊക്കെ പറയും, 5% ഓൺ സൺഡേ ഡെറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതും രണ്ട് സ്ഥലത്തുണ്ടാവും. ഇത് അഡീഷണൽ ഇൻഫർമേഷൻ ആണെങ്കിൽ രണ്ട് സ്ഥലത്തുണ്ടാവും. എവിടെയൊക്കെ ഉണ്ടാകും? ഒന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഉണ്ടാകും, അതേപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെറ്റേഴ്സിന് ഈ എമൗണ്ട് കുറച്ചും കാണിക്കും. ഇപ്പൊ ട്രയൽ ബാലൻസ് കിട്ടിയാൽ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റിലുള്ളത് എവിടെയൊക്കെ ഉണ്ടാവുക? പിന്നെ നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലോ അല്ല എങ്കിൽ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലും ഉണ്ടാകും. ഇനി ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എന്നുള്ളത് എവിടേക്ക് ഉണ്ടാകും? ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എന്നുള്ളത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലോ അല്ല എങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലോ അല്ല എങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലും ഉണ്ടാകും. ഇനി പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു അഡീഷണൽ ഇൻഫർമേഷൻസ് വരുവാണെങ്കിൽ രണ്ട് സ്ഥലത്ത് ഉണ്ടാകും എന്നും കൂടി പറഞ്ഞു. അപ്പോൾ പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ ഉണ്ടാകും? ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ഉണ്ടാകും, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാകും. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാകും, പർച്ചേസ് ഉണ്ടാകും, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാകും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഒരു സാധനം വിൽക്കുമ്പോൾ നമുക്ക് എത്ര ചെലവായി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്കിനെ കുറച്ചത്? കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എടുക്കേണ്ടി, അതുകൊണ്ടാണ് അത് പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സിന്റെ ഭാഗമാകുന്നില്ല. പർച്ചേസിന് മൈനസ് ചെയ്യണം, അപ്പോഴാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നത്. അപ്പൊ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്തറിയാൻ വേണ്ടിയാണ്? GP ഗ്രോസ് പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയാണ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ കണ്ടു ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു സാധനം. എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? എക്സ്പെൻസസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് വേജസ് എന്നുള്ളത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇലക്ട്രിസിറ്റി പെയ്ഡ് ഫോർ ഫാക്ടറി, ഇലക്ട്രിസിറ്റി ഫാക്ടറിക്ക് വേണ്ടി കൊടുത്തുവാണെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജസ് ഫോർ ഫാക്ടറി എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, കാരണം അത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം ഈ GP എന്ത് ചെയ്യും? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഫോർവേഡ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടാകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രധാനമായിട്ടും വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് റിലേറ്റഡ് ടു സെല്ലിംഗ്, അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ് എക്സ്പെൻസ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ്, ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ബാലൻസ് ഷീറ്റിനെ പറ്റിയുള്ള ഒരു സെഷൻ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ എടുക്കാം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.